ഇപ്പോൾ കെ രാഗേഷ് എം പി കൂടി അവസരത്തിൽ ചേരുന്നുണ്ട്. കെ രാഗേഷ്, ഇരകളായവരെയും സഹായിക്കുന്നവരെത്തുന്നവരെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തുക, ഗോരക്ഷകരുടെ ആക്രമണങ്ങളെ പോലീസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക, ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ ഒരു കുടുംബത്തെ ആകെ ഛിന്നഭിന്നമാക്കുന്ന ഒരു രീതിയിലേക്ക് ഭരണകൂടം മാറുക, ഒരു ജനാധിപത്യ രാജ്യത്തിന് ഇത് എത്രത്തോളം നാണക്കേടാണ്? സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച ബഹുമാനപ്പെട്ട പി കരുണാകരൻ എം പി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സംഗതികൾ എത്രമാത്രം ഭയാനകമാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ രണ്ട് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മതന്യൂനപക്ഷങ്ങളാണ്, മറ്റൊന്ന് ദളിത് ജനവിഭാഗങ്ങളാണ്. ഈ കടന്നാക്രമണം നടത്തുന്നതിന് RSSന് സംഘപരിവാർ ശക്തികൾക്ക് കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര അടിത്തറയുണ്ട്. അത് മനുവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനവുമായിട്ട് RSS മുന്നോട്ടേക്ക് പോകുന്നത്. അവര് പ്രചരിപ്പിച്ചിട്ടുള്ള പൊതുസമൂഹത്തിൽ വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഇരുവിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് മതന്യൂനപക്ഷങ്ങളെ, ആ വിഭാഗത്തിൽപ്പെട്ടവരെ വിവിധ കാരണങ്ങളിൽ ആക്രമിക്കുന്നതിന്, ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുന്നതിന് RSSന്റെ പ്രവർത്തകർക്ക് പ്രചോദനമായി തീരുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഭരണത്തിലിരിക്കുന്നവർ, BJP അധികാരത്തിലിരിക്കുമ്പോൾ അവർ ചെയ്യുന്നെന്താ? ഇത്തരം സംഗതികളെ ഒരു ഭാഗത്ത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹരിയാനയിൽ തന്നെ നേരത്തെ 2 പിഞ്ചു മക്കളെ ചുട്ടുകൊന്നിട്ടുള്ള സംഭവം ഉണ്ടായി. ആ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. ഇപ്പോഴും സമാനമായ വിധത്തിൽ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തയ്യാറാവുന്നത്. അതുപോലെ തന്നെ അന്വേഷണ സംവിധാനം പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് അന്വേഷണ സംവിധാനം തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലിന്റെ ഫലമായിട്ട് ഭാഗമായി സംഭവിക്കുന്നതല്ലേ? ന്യൂനപക്ഷങ്ങൾക്കെതിരായി കടന്നാക്രമണം നടത്തുക, അവരെ ഭീഷണിപ്പെടുത്തി ഒരുതരം ഫാസിസ്റ്റ് മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന RSS ഒരു ഭീതിയുടെ അന്തരീക്ഷം രാജ്യത്താകെ ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിരോധം ഊതിവീർപ്പിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വ ശക്തികൾ അടിഞ്ഞാടുക, എന്നിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊക്കെ വളരെ കൃത്യമായ ആസൂത്രിതമായ ശ്രമമാണ്. ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ട വിഷയമല്ലേ ഇത്? എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ ഡൽഹിയിൽ കൂട്ടബലാത്സംഗം നടന്നു, അത് നമ്മുടെ രാജ്യത്താകെ വലിയ ചർച്ചയായി മാറി. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവമല്ലേ ഇത്? ഒരു കുടുംബത്തെയാകെ ആക്രമിച്ച് 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന, കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, കൊലപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള സംഭവം എത്രമാത്രം ഭീകരമായിട്ടുള്ള ഞെട്ടിക്കേണ്ട സംഭവമാണ്. എന്നാൽ അത് സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി അത് നിസ്സാരവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത്? അന്വേഷണ സംവിധാനമാകെ അക്രമികൾക്ക് വേണ്ടിയല്ലേ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ ജനാധിപത്യ സമൂഹമാകെ കണക്കിലെടുക്കേണ്ട ഒരു സംഗതിയാണിത്. നമ്മുടെ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക്, മധ്യകാലഘട്ടത്തിനും പിറകിലേക്കാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യ ശക്തികളാകെ ഇത്തരം ഇരുട്ടിന്റെ ശക്തികളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരേണ്ട കാലമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. രാജ്യത്താകെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വരുന്നുണ്ട്. രാജ്യത്താകെ ദളിത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ RSS ഇവിടെ അക്രമം നടത്തിക്കൊണ്ട്, ആ അക്രമം CPMന്റെ പ്രവർത്തകർക്കെതിരായി അക്രമം നടത്തിക്കൊണ്ട്, എന്നിട്ട് തിരിച്ചെന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ദേശീയ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ മന്ത്രിമാര് എല്ലാവരും ഇവിടെ ചിലപ്പോൾ സന്ദർശിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. ഇത്തരം സംഗതി ഉണ്ടാകുമ്പോൾ, രാജ്യത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാരോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളോ BJPയുടെ MPമാരോ അതല്ലെങ്കിൽ അവിടെയുള്ള സംസ്ഥാന മന്ത്രിമാരോ ആ സ്ഥലം സന്ദർശിക്കുന്നില്ല? എന്തുകൊണ്ട് പിന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല? ആരെങ്കിലും ഒരു പ്രസ്താവന നൽകുന്നതിന് വേണ്ടി പോലും തയ്യാറാവാത്തത് എന്തുകൊണ്ടാ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ എന്നുള്ള മനോഭാവമാണ് BJPയുടെ ഭരണത്തിലിരിക്കുന്ന ഭരണ നേതൃത്വത്തിനുൾപ്പെടെ ഉള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ശക്തമായി ഇത്തരം സംഭവത്തിൽ ഇടപെടണ്ടേ?
നിസ്സാരമായ സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നതിന് വേണ്ടി വളരെ ധൃതിപ്പെട്ട് മന്ത്രിമാർ പലയിടങ്ങളിൽ പോകുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല? അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ സമൂഹമായി കണക്കിലെടുക്കേണ്ട ഒരു വസ്തുതയാണ്.